തനിക്ക് സീറ്റ് നിഷേധിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത നീക്കത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കെ സുധാകരൻ. അതിനായി അദ്ദേഹം നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള സൂചന നേരത്തെ തന്നെയുണ്ട്. പാർട്ടി നേതൃത്വം അനുമതി നൽകിയാലും ഇല്ലെങ്കിലും മത്സരിക്കാൻ അദ്ദേഹം നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനായി കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ പാർലമെന്റിൽ നിന്നും കേരള ഹൗസിൽ നിന്നും ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങും എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായി. ഇത്തരത്തിൽ സുധാകരൻ കടുത്ത നീക്കത്തിന് പോലും തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അവസാന ഘട്ടം വരെ അദ്ദേഹത്തിന് പ്രതീക്ഷ നിലനിന്നിരുന്നു. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് സീറ്റ് നൽകിയേക്കുമെന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതിനിടെയാണ് വീണ്ടും ഇത്തരത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടും എന്ന സൂചന ലഭിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണയുമായി അനുയായികൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്, കടുത്ത എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കടുത്ത ആഘാതമുണ്ടാക്കാനുള്ള ഒരു നീക്കത്തിനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. മത്സരിക്കുകയാണെങ്കിൽ അത് കെ സുധാകരൻ ഒറ്റയ്ക്കായിരിക്കില്ല. അദ്ദേഹം ഒരു പാർട്ടിയായി ചേർന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി തന്നെ മത്സരിക്കും. അതിനായി 25 സീറ്റുകൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. കെ സുധാകരന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതാണ് സുധാകരൻ ഇപ്പോൾ തയ്യാറാക്കുന്ന ഒരു പദ്ധതി എന്നുള്ളത്. അതിനായാണ് 25ഓളം നിർണായകമായ സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസിനെ തകർക്കുക ഈ തിരഞ്ഞെടുപ്പിൽ എന്നാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതെല്ലാം സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് എന്ന കാര്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒപ്പം തന്നെ ഈ ഒരു തീരുമാനത്തിൽ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനത്തിൽ തനിക്ക് സീറ്റ് നിഷേധിച്ച തീരുമാനത്തിന് പിന്നാലെ തന്നെ നേതാക്കളെ അവസാനത്തെ ഒരു സമ്മർദ്ദ തന്ത്രമായി നമുക്ക് കാണാൻ കഴിയുമോ? എസ് കെ എൻ, ഈ ഒരു അവസാനത്തെ ഒരു സമ്മർദ്ദ തന്ത്രമായി ഇതിനെ വിലയിരുത്താം എങ്കിൽ പോലും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മുന്നോട്ട് പോകാം എന്ന ഒരു തീരുമാനം കെ സുധാകരൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത്. അത്തരത്തിൽ ഉൾപ്പെടെ അദ്ദേഹം നേരത്തെ തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം നേരത്തെ തന്നെ പോയിരുന്നു. കാരണം MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല എന്ന ഒരു പൊതു തത്വം രൂപീകരിക്കുന്നത് തന്നെ ഒഴിവാക്കാൻ തന്നെ ലക്ഷ്യം വെച്ചാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇതിനായുള്ള ചർച്ചകൾ അദ്ദേഹം ഏറ്റവും അടുപ്പമുള്ള നേതാക്കളുമായി ഇത് സംബന്ധിച്ച ആശയവിനിമയം നടത്തിയിരുന്നു.